സോ ഇന്ന് നമ്മൾ അബ്നോർമൽ സൈക്കോളജിയുടെ ഒരു പൊതുവിലുള്ള സിലബസിന്റെ ഓറിയന്റേഷനും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിൽ സ്റ്റാർട്ട്. സോ അബ്നോർമൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് അബ്നോർമൽ സൈക്കോളജി. ബിക്കോസ് ആസ് എ തെറാപ്പിസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് എന്തെങ്കിലുമൊക്കെ മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ള അല്ലെങ്കിൽ അബ്നോർമൽ കണ്ടീഷൻസ് ഉള്ള ആൾക്കാരായിരിക്കും. സോ ആ കണ്ടീഷൻസിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാനുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആ കണ്ടീഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ആ കണ്ടീഷനായിട്ട് നമ്മുടെ അടുത്തൊരു ക്ലയന്റ് വരുമ്പോൾ അത് ട്രീറ്റ് ചെയ്യാൻ നമുക്ക് അറിയണമെങ്കിൽ ഈ പേപ്പറാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്ക് ഇതിന്റെ ഏറ്റവും ബേസിക്സ് എന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഫിഫ്ത് സെമ്മിന്റെ അബ്നോർമൽ സൈക്കോളജിയുടെ ഫസ്റ്റ് മൊഡ്യൂൾ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് അബ്നോർമൽ സൈക്കോളജി എന്നുള്ള ഒരു മൊഡ്യൂളാണ്. സോ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം നമുക്ക്. ഈ പേപ്പറിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഡിസോർഡേഴ്സിനെ കുറിച്ചും അറിഞ്ഞിരിക്കുക. അബ്നോർമൽ സൈക്കോളജിയിൽ പലതരത്തിലുള്ള മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ട്. ഓരോന്നിനെ കുറിച്ചും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിന്റെ സിംറ്റംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിന്റെ DSM ക്രൈറ്റീരിയ അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലാണ് പേഷ്യൻസിൽ ആ വ്യത്യാസങ്ങൾ ഉണ്ടാവുക അറിയണം. അത് അറിയുന്ന സമയത്ത് മാത്രമേ സിംറ്റംസ് അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡയഗ്നോസിസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് എടുക്കാനൊക്കെ പറ്റുള്ളൂ. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ അബ്നോർമൽ സൈക്കോളജി എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നേച്ചർ, കോസസ്, മാനേജ്മെന്റ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ്. അപ്പോൾ ഓരോ മെന്റൽ ഡിസോർഡറിന്റെ നേച്ചർ എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയായിരിക്കും, ഒരു രോഗി ആ മെന്റൽ ഡിസോർഡറിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും, അവരുടെ സിംറ്റംസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ അതിന്റെ കോസസും കണ്ടുപിടിക്കേണ്ടി വരും. ചിലപ്പോൾ ബയോളജിക്കൽ കോസസ് ആയിരിക്കാം, ജനറ്റിക്കൽ ആയിരിക്കാം, ചിലപ്പോൾ സൈക്കോ സോഷ്യൽ കോസസ് ആയിരിക്കാം, ചിലപ്പോൾ സോഷ്യോ കൾച്ചറൽ കോസസ് ആയിരിക്കാം. അപ്പോൾ പലതരത്തിലുള്ള കോസസിനെ കുറിച്ച് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. പിന്നെ മാനേജ്മെന്റ്, ഒരു ഡിസോർഡർ ഉണ്ടാകുമ്പോൾ ചിലത് നമുക്ക് തന്നെ പറ്റുന്നിടത്തോളം മാനേജ് ചെയ്യാൻ നോക്കുക. ചില ഡിസോർഡേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. സോ ആ ഡിസോർഡറിനെ മാനേജ് ചെയ്തിട്ട് പോകാനേ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് ട്രീറ്റ്മെന്റ് ആണ്. സോ അത് കുറച്ചുകൂടി ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ സൈക്കോ തെറാപ്പിസ്റ്റിന്റെ അടുത്തോ പോയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നു. അല്ലെങ്കിൽ നമ്മളാണ് സൈക്കോ തെറാപ്പിസ്റ്റ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ ട്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബ്രാഞ്ചാണ് അബ്നോർമൽ സൈക്കോളജി. സിലബസ് നമുക്ക് ഒന്നുകൂടി ഫസ്റ്റ് തന്നെ നോക്കാം. ഓക്കെ, മൊഡ്യൂൾ 1 ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ പഠിക്കുന്നത് മെന്റൽ ഡിസോർഡർ എന്താണ്. സോ മെന്റൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ എന്താണ് മെന്റൽ ഡിസോർഡർ, എന്ത് മെന്റൽ ഡിസോർഡർ അല്ല എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ ആ ഡെഫിനേഷനിൽ തന്നെ നമ്മൾ ആ കാര്യങ്ങൾ പഠിക്കും. പിന്നെ ഉള്ളത് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ICD എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ DSM എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സോ ആ രണ്ട് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, DSM എന്ന് പറയുന്നത് അമേരിക്കയും മറ്റു ചില രാജ്യങ്ങളും മാത്രം ഫോളോ ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആണ്. ഇന്ത്യയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് WHO പുറത്തിറക്കിയിട്ടുള്ള ICD ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതിന്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എങ്ങനെയാണെന്നാണ് അവിടെ നമ്മൾ പഠിക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹിസ്റ്റോറിക്കൽ വ്യൂസ് ഓഫ് അബ്നോർമൽ ബിഹേവിയർ. സോ ഈ അബ്നോർമൽ സൈക്കോളജിയുടെ ഒരു ചരിത്രം, അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു എന്നുള്ള ഹിസ്റ്ററി നമ്മൾ അറിഞ്ഞിരിക്കണം. ചില കാര്യങ്ങൾ പണ്ട് രോഗമായിരുന്നു, ഇപ്പൊ അത് രോഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. ചില കാര്യങ്ങൾ പണ്ട് രോഗമല്ലായിരുന്നു, ബട്ട് ഇപ്പൊ നമ്മൾ രോഗമായിട്ട് കണക്കാക്കുന്നുണ്ട്. സോ ഇതിന്റെ പിറകിൽ ഒരു ഹിസ്റ്റോറിക്കൽ കഥയുണ്ട്. ആ കഥ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ഉള്ളത് കോസൽ ഫാക്ടേഴ്സ് ആണ്. സോ കോസൽ ഫാക്ടേഴ്സ് വെച്ചാൽ ഒരാൾ അബ്നോർമൽ ബിഹേവിയറിലേക്ക് വരുന്നു, സോ അതിന്റെ പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ഫാക്ടറുകൾ എന്തൊക്കെയാണ്, അതിന്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണ്. സോ അതിൽ നമ്മൾ ബയോളജിക്കൽ കോസസ് ഉണ്ട്, സൈക്കോ സോഷ്യൽ കോസസ് ഉണ്ട്, സോഷ്യോ കൾച്ചറൽ കോസസ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ തന്നെ സബായിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത്ര തന്നെ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളൂ. അബ്നോർമൽ സൈക്കോളജി എന്താണ്, അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്, ക്ലാസിഫിക്കേഷൻസ്, ഹിസ്റ്ററി, പിന്നെ കോസൽ ഫാക്ടേഴ്സ്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, ബട്ട് ആ ചെറിയ ചാപ്റ്റർ വളരെ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു സൈക്കോളജിസ്റ്റ് ആയിട്ട് മാറാൻ പറ്റുള്ളൂ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേപ്പർ കൂടിയാണ് അബ്നോർമൽ സൈക്കോളജി. ബിക്കോസ് നിങ്ങൾ PG ക്ക് പോവുകയാണെങ്കിലും അവിടെ എപ്പോഴും ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടോ സൈക്കോ തെറാപ്യൂട്ടിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ബാക്കി പഠിക്കാനുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. എക്സാമിന് മാർക്ക് പോയിന്റ് ഓഫ് വ്യൂവിൽ മേ ബി കുറച്ച് മാർക്സ് അവിടെ നിന്ന് കിട്ടുന്നുള്ളൂ എങ്കിലും ആസ് എ സൈക്കോളജിസ്റ്റ് നിങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിത്തറ ആ ഫസ്റ്റ് ചാപ്റ്ററിലാണ്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്.